കരുതലോടെ വേണം നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്ര. പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. നിവർത്തിയില്ലെങ്കിൽ മാത്രം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് യാത്ര ശ്രദ്ധയോടെ നടത്തണം. നെല്ലിയാമ്പതിയുടെ പ്രവേശന കവാടമായ പോത്തുണ്ടി ചെക്ക് പോസ്റ്റ് മുതൽ കൈകാട്ടി വരെയുള്ള ഏകദേശം 25 കിലോമീറ്റർ ചുരംപാതയിൽ ഏത് നിമിഷവും മരം വീഴാനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട്. ചെറുനെല്ലി, കുണ്ടറഞ്ചോല, മരപ്പാലം, ഇരുമ്പുപാലം തുടങ്ങിയ ഭാഗങ്ങളിലെ ചുരംപാതയിലേക്കാണ് കൂടുതൽ വൻമരങ്ങൾ കടപുഴകി വീഴുന്നത്. വൻമരങ്ങൾ വീഴുന്നത് പൂർണ്ണമായ ഗതാഗത തടസ്സത്തിന് കാരണമാകും. രക്ഷാപ്രവർത്തനവും ദുഷ്കരമാണ്. മരം വീഴ്ച കാരണം അപകട സാധ്യത ഏറെയാണ്. കുണ്ടറംചോല മുതൽ ചെറുനെല്ലി വരെ മണ്ണിടിച്ചിൽ സാധ്യതയേറെയുള്ള പ്രദേശമാണ്. നെല്ലിയാമ്പതി മലനിരകളിലെ കാട്ടുചോലകൾ കുത്തിയൊഴുകുന്നതും അപ്രതീക്ഷിതമായി ശക്തി പ്രാപിക്കുന്നതും മണ്ണിടിച്ചിലിനും മരം വീഴ്ചയ്ക്കും സാധ്യതയുണ്ട്. നെല്ലിയാമ്പതിയിലെ പ്രധാന പുഴയായ കാരപ്പാറ പുഴയിൽ ശക്തമായ നീരൊഴുക്കാണ്. കാരപ്പാറ, നൂറടി, കൂനമ്പാലം പ്രദേശങ്ങളിൽ പുഴയിലെ നീരൊഴുക്ക് ശക്തമാണ്. നൂറടിപ്പാലത്ത് പാലം മുട്ടി പുഴയിലെ വെള്ളമൊഴുകുന്നു. കൂനമ്പാലത്തെ ആരാധനാലയങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെയും ജനവാസ മേഖലകളിലെയും ചുരം റൂട്ടിലെയും പ്രധാനപ്പെട്ട കാട്ടുചോലകളും നീരൊഴുക്കുകളും അരുവികളും നിറഞ്ഞൊഴുകുന്നു. വിനോദസഞ്ചാരികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അനധികൃതമായി പലരും മല കയറാൻ ശ്രമിക്കുന്നത് അപകടം വിളിച്ചു വരുത്തുന്നു. നീരൊഴുക്കിന്റെ ശക്തി അറിയാതെ വിനോദസഞ്ചാരികൾ നീരൊഴുക്കിലേക്ക് ഇറങ്ങുന്നത് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നു. നെല്ലിയാമ്പതി മലനിരകളുടെ അപകട സാധ്യതകൾ അറിയാത്ത വിനോദസഞ്ചാരികളാണ് വന്യഭംഗിയിൽ ആകൃഷ്ടരായി അപകടം സ്വയം വിളിച്ചു വരുത്തുന്നത്. നെല്ലിയാമ്പതിയിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾ സ്വയം മുൻകരുതലെടുത്ത നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ടാക്സി, ജീപ്പ് ഡ്രൈവർമാർ, റിസോർട്ട് നടത്തിപ്പുകാർ, ഹോം സ്റ്റേ നടത്തിപ്പുകാർ എന്നിവർ സോഷ്യൽ മീഡിയയിലൂടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.